ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ ഡോള സിൽക്കിൽ ഹാൻഡ് ബ്ലോക്ക് അജ്രക് പ്രിൻറ്റും വന്നിട്ടുണ്ട്. നാച്ചുറൽ ഡൈഡ് ആയിട്ടുള്ള സാരീസാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല നല്ല വീവ്ഡ് ആയിട്ടുള്ള ബനാറസി ബോർഡറും പല്ലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കണ്ടു നോക്കിയാലോ. ഒരുപാട് നാളായി ഇതിന് കണ്ടിന്യൂസ് എൻക്വയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മൊഡാലിൽ നോർമലായിട്ട് ബ്ലാക്ക് കളറിലാണ് കൂടുതൽ എൻക്വയറി വരിക. അതേപോലെ ഡോളയിൽ ഈ ഒരു നാച്ചുറൽ ഡൈഡ് ആയിട്ടുള്ളൊരു കളർ ഉണ്ടല്ലോ, ആ ഒരു ബ്രിക്ക് റെഡിഷ് മെറൂൺ, ആ ഒരു ടോണിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. എല്ലാം സെയിം കളറാണ്. അതിൻ്റെ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും ചിലപ്പോൾ ബോർഡേഴ്സിലൊക്കെ വ്യത്യാസം വരും. അതേപോലെ തന്നെ ബ്ലൗസ് പീസിലും കേട്ടോ. അപ്പോൾ ഫങ്ഷൻ വെയർ ആയിട്ടുള്ള അടിപൊളി സാരിയാണ്, ഉടുക്കാൻ വളരെ കംഫർട്ടബിളാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു പീസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഉടുക്കാൻ വളരെ കംഫർട്ടബിളാണ്. ഇങ്ങനെ ഒഴുകി കിടക്കും, ചൂടൊന്നും എടുക്കില്ല. പിന്നെ വണ്ണം ഉള്ളവർക്കും വണ്ണം ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഉടുക്കാൻ നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ ഏജ് ലിമിറ്റ് ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏജ്ഡ് ആയവർക്കോ ചെറുപ്പക്കാർക്കോ മിഡിൽ ഏജുകാർക്കോ ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് സാരി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് ബ്ലോക്ക് അജ്രക് പ്രിൻ്റാണ്. അതേപോലെ തന്നെ അതിൻ്റെ ബോർഡേഴ്സും കണ്ടു, നല്ല ബ്യൂട്ടിഫുള്ളാണ്. കാരണം ഇവിടെ ആ ഒരു ഹാൻഡ് ബ്ലോക്കിൽ വരുന്ന ബോർഡറും വരുന്നുണ്ട്, കൂടാതെ ബനാറസി ബോർഡറും വരുന്നുണ്ട് കേട്ടോ. ഇതൊരു ഫ്ലോറൽ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കണ്ടോ, ആവശ്യത്തിന് ബ്രോഡായിട്ടുള്ളൊരു ബോർഡർ തന്നെയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. ഈ ഒരു പ്രിൻറ്റിന് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. അത് മൊഡാലിൽ വന്നാലും ഡോളയിൽ വന്നാലും ഒക്കെ ഭയങ്കര ഡിമാൻഡാണ്. ഇനി ഇതിൻ്റെ പല്ലുവാണ് കാണാനുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ് കേട്ടോ. റിച്ച് ആയിട്ടുള്ള ബനാറസി വീവിങ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ബോർഡേഴ്സ് ഇങ്ങനെ വരും. പല്ലു ഇതേപോലെ നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് മൊത്തം വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയാണത് കാണാൻ വേണ്ടി. കണ്ടോ, ഇത് വള്ളയറിലിടാനും ഞൊറിഞ്ഞിടാനും ഒക്കെ സൂപ്പർബാണ്. ഒരു വട്ടം നമ്മളിത് ഉടുത്ത് നോക്കിയാൽ പിന്നെ നമ്മൾ ഇതേപോലത്തെ സാരിയെ പ്രിഫർ ചെയ്യുള്ളൂ. കാരണം വളരെ കംഫർട്ടബിളാണ് നമുക്കിത്. കണ്ടോ, ഇതിൽ മൾട്ടിപ്പിൾ ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺ ആണ് കേട്ടോ. ഇത് ഓരോന്നായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും നാച്ചുറൽ ഡൈഡ് ആണ് കേട്ടോ. ഇതാണ് ആ പല്ലുവിൻ്റെ പോർഷൻ. അതിൽ ഇൻഡിഗോ ബ്ലൂ, ബ്രിക്ക് റെഡ്, ബ്ലാക്ക് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ബോഡി ഫുൾ ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ. കണ്ടോ, ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ബ്ലൗസ് കാണണ്ടേ. ബ്ലൗസ് വരുന്നത് ഇപ്രാവശ്യം ഇങ്ങനെയാണ്. ചിലതിൽ ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് വരുന്ന ബ്ലൗസ് പീസ് ഉണ്ട്. ചില കസ്റ്റമേഴ്സിന് അങ്ങനെ തന്നെയാണ് ഇഷ്ടം, ആ ഒരു പ്രിൻറ്റ് പാറ്റേൺ തന്നെയാണ് ഇഷ്ടം. ചിലർക്ക് ഇങ്ങനെ പ്ലെയിൻ വിത്ത് ബനാറസി ബുട്ടാസ് വേണം എന്നുള്ളൊരു സജഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. സാരി ഇങ്ങനെ വരും, ബ്ലൗസ് ഇങ്ങനെ വരും. ഞാനിപ്പോൾ ഈ സാരിയുടെ ബ്ലൗസ് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്തൊക്കെ വരാൻ നമുക്ക് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന ഒരു സിൽക്കിൻ്റെ റെഡ് ബ്ലൗസ് വെച്ചിട്ടാണ് ഇത് പെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഒരു പക്ക ഫങ്ഷൻ വെയർ, നമുക്ക് വെഡ്ഡിങ് ഗസ്റ്റായിട്ട് പോകുമ്പോഴോ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റിനോ പിന്നെന്താ റിസപ്ഷൻ വെയറോ ഓഫീസിൽ നല്ല ഒരു മെയിൻ പ്രോഗ്രാമിനൊക്കെ നമുക്കിത് കൊടുത്ത് ഷൈൻ ചെയ്യാൻ പറ്റിയ സംഭവമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഹാൻഡ് മെയ്ഡ് സാരീസിൻ്റെ കാര്യത്തിൽ പറയുന്നത് പോലെ ഇത് ഭയങ്കര ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നതോ തിളക്കോ മിനുക്കോ ഉള്ളതോ ഒന്നുമല്ല കേട്ടോ. ഇതൊരു മാറ്റ് ഫിനിഷിൽ വരുന്ന മെറ്റീരിയലുമാണ്, സാരിയാണ്. ഭയങ്കര കംഫർട്ടബിളാണ് ഉടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ക്ലാസ് എലഗൻ ലുക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, ഒത്തൻറ്റിക് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു സംഭവമാണ്. ഇങ്ങനെയാണ് പല്ലു വരുന്നത്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു. ബ്ലൗസ് ഇങ്ങനെ ഞാൻ നേരത്തെ കാണിച്ച പോലെ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇത് വള്ളയറിൽ ഇടാനും ഞൊറിഞ്ഞിടാനും ഒക്കെ സൂപ്പറാണ്. കണ്ടോ, സാരിയുടെ ഫോള് കണ്ടോ, നല്ല സൂപ്പറാണ് കേട്ടോ. മൊഡാലുമായിട്ട് ഇത് കമ്പയർ ചെയ്യരുത്. ഇതൊരു എൻറ്റയർലി വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലും സാരിയുമാണ് കേട്ടോ. റേറ്റ് എപ്പോഴത്തെയും പോലെ 4500 ആണ് വരുന്നത്. 4500 കേട്ടോ. എല്ലാ സാരീസിനും, ഈ വീഡിയോയിലത്തെ എല്ലാ സാരീസിനും സെയിം പ്രൈസാണ്. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. ഇനി നമുക്ക് വേഗം ഡിസൈനൊക്കെ കാണിച്ച് പോവാം കേട്ടോ.
അടുത്തത് സാരി നമ്പർ 2 ആണ്. ഇതേപോലെ വരിക കേട്ടോ. എല്ലാം ഒരു നാച്ചുറൽ ആ ഒരു കളറിലാണ് വരുന്നത്. ഇതേപോലെ നമ്പർ 2 അതിൽ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഇൻഡിഗോ ബ്ലൂവിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡിൽ വരുന്ന ഡിസൈനാണ്. ഈ ഒരു ഗോപി പോലത്തെ ഒരു ഡിസൈൻ ഭയങ്കര സൂപ്പറാണ്, എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അപ്പോൾ കുറേ പേര് ഇതിൽ കൊണ്ടുവരാൻ വേണ്ടി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഇതാ കണ്ടോ, പല്ലു ഇതേപോലെ വരുന്നത്. നേരത്തെ കണ്ട അതേ ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് കണ്ടോ. ബോർഡറും അതേപോലെ തന്നെയാണ്. മാത്രമല്ല ആ ഒരു ബനാറസി ബോർഡറും പല്ലു ഒക്കെ വന്നതിന് ശേഷം ഇവിടെ ഒരു മൾട്ടിപ്പിൾ ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺ വരുന്നുണ്ട് കണ്ടോ. ഇങ്ങനെയാണ് കേട്ടോ അത് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. സാരി വരുന്നത് ഇങ്ങനെയാണ്. ഞാനിതിപ്പോൾ ഡബിൾ ലെയറിലാണ് അതിൻ്റെ ഒരു ഫോൾഡിങ് പോണ്ടാന്ന് വിചാരിച്ച് പിടിച്ചിട്ടുള്ളത്. 1 ലെയറിലിടുമ്പോൾ ദാ ഇതേപോലെ ഒട്ടും സീ ത്രൂ അല്ല, വളരെ കംഫർട്ടബിളാണ് ഉടുക്കാൻ വേണ്ടിയിട്ട്. ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. കണ്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇതൊരു റോ ഫോമിൽ തന്നെയാണ് ആ മേക്ക് ചെയ്തിട്ട് മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉൾഭാഗം വീവിങ് ആണ്, എല്ലാം വീവിങ് ആണ് കണ്ടോ. ഇങ്ങനെ റോ ആയിട്ട് ഇതിൻ്റെ ത്രെഡൊക്കെ ഇങ്ങനെ ഉള്ളിൽ നിൽക്കുന്നത് കാണാം. ബ്ലൗസ് വരുന്നത് നേരത്തെ കണ്ട ആ ഒരു പാറ്റേണിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ആ ഒരു ബനാറസി ബൂട്ടാസും പിന്നെ ഈ ബോർഡേഴ്സുമാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നല്ലൊരു ക്ലാസ് ലുക്കാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എല്ലാവരിൽ നിന്നും വേറിട്ട് നിൽക്കണം. അതായത് കാഞ്ചീപുരവും ടസറും സിൽക്കും ഒന്നുമല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു സാരി ഉടുത്തിട്ട് വേറിട്ട് നിൽക്കാം. ഇതിന് ആപ്റ്റായിട്ടുള്ള ഓർണമെൻറ്റ്സും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇങ്ങനെ വരും കേട്ടോ. ബ്ലൗസ് വരുന്നത് ഇതേപോലെ പ്ലെയിൻ വിത്ത് ബനാറസി ബുട്ട ആണ്, വിത്ത് ബോർഡറാണ് വരുന്നത് കേട്ടോ. ഹാൻഡ് മെയ്ഡ് സാരിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്നതും കളറിങ്ങും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രിൻറ്റും ഈവൺ ആയിരിക്കണം എന്നില്ല, കളറും ഈവൺ ആയിരിക്കണം എന്നില്ല, ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. അതാണ് ഈ ഒരു ഹാൻഡ് മെയ്ഡ് സാരീസിൻ്റെ പ്രത്യേകത കേട്ടോ. കുഞ്ഞു കുഞ്ഞ് ചിലപ്പോൾ കളർ സ്മഡ്ജസോ സ്പോട്ട്സോ ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതൊക്കെയാണ് ഈ ഒരു ഒതൻറ്റിക് നാച്ചുറൽ സാരീസിൻ്റെ പ്രത്യേകത. ഉടുത്ത് വരുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. റേറ്റ് വരുന്നത് സെയിം ആണ്, 4500. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 3 ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞ് ഫ്ലോറൽ പാറ്റേണിലാണ്. ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് നല്ലൊരു എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്യണത് കേട്ടോ. അത് ആ രീതിക്ക് അതിൻ്റെ ഭംഗിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ടൈം എടുക്കുന്ന സംഭവമാണ്. അതാണ് ഇപ്പോൾ ഡോളയൊക്കെ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഓണം കളക്ഷൻ കാണിക്കുന്നതിൻ്റെ ഇടയിൽ സമയം കിട്ടുന്നില്ല. ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് എൻക്വയറിയും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഇതിട്ടേ പറ്റൂ എന്നുള്ള രീതിക്ക് ഇടുകയാണ് കേട്ടോ. മാത്രമല്ല ഇപ്പോൾ ഓണം മാത്രമല്ലല്ലോ, വെഡ്ഡിങ്ങും കുറേ ഫങ്ഷൻസൊക്കെ വരികയല്ലേ, ഗെറ്റ് ടുഗദേഴ്സും ഒക്കെ വരികയാണ്. അപ്പോൾ എല്ലാവർക്കും പ്രീമിയം സാരീസ് ആവശ്യമുള്ളവരുടെ എൻക്വയറിയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ടോ ഇതേപോലെയാണ് കേട്ടോ പല്ലു. കണ്ടോ നല്ലൊരു ബനാറസി വീവിങ് പാറ്റേണിലാണ് പല്ലു വരുന്നത്. മാത്രമല്ല ഹാൻഡ് ബ്ലോക്ക് അജ്രക് പ്രിൻറ്റ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ബ്ലോക്കായിട്ട് ഉണ്ട് താനും. ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. നല്ല ഭംഗിയുള്ള ബോർഡേഴ്സ്. ആ ഒരു ബനാറസി ജാൽ വോവൺ പാറ്റേണിലാണ് ആ ബോർഡേഴ്സ് വന്നിട്ടുള്ളത് കണ്ടോ. അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. മാത്രമല്ല അതിലൊരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ബോർഡറും വരുന്നുണ്ട്. ഇതിൻ്റെയും ബ്ലൗസ് വരുന്നത് ഇങ്ങനെ പ്ലെയിൻ ആ ഒരു ബനാറസി ബുട്ട വരുന്നുണ്ട്. മാത്രമല്ല ഇതേപോലെയുള്ള ബോർഡേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഇത് തയ്ച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ലൊരു സ്റ്റൈലിഷൊക്കെ ആയിട്ട് തയ്ച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവും. അല്ലെങ്കിൽ എൻ്റെ പോലെ സിമ്പിളായിട്ടൊരു കുഞ്ഞ് പഫൊക്കെ കൊടുത്ത് തയ്ച്ചാലും നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക്. ഇതാ കണ്ടോ സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും. ഇതേപോലെ പ്ലെയിൻ ഒരു സിൽക്കിൻ്റെ ഒക്കെ റെഡ് ബ്ലൗസ് ഉണ്ടെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഒരുപാട് തിളക്കവും എനിക്കൊന്നും ഉണ്ടായിരിക്കില്ല. എന്നാലൊരു ബെസ്റ്റ് ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് സ്റ്റാൻഡേർഡ് ക്ലാസ് ലുക്കിൽ നമുക്ക് പോകാൻ പറ്റിയ ഒരു സംഭവമാണ്. റേറ്റ് സെയിം ആണ്, 4500. ഇനി അടുത്ത സാരി. അടുത്തത് നമ്പർ 4 ആണ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പീസാണ്. എല്ലാതും ഒന്നിനൊന്നിന് വ്യത്യാസമായിട്ടുള്ള പീസുകൾ തന്നെയാണ്. പക്ഷേ ഇത് ഒരു കണ്ടോ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒരു ബ്ലോക്കിങ്ങും കളറിങ്ങും ഒക്കെ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു സാരി. ഇതിൻ്റെ ബോർഡറും വ്യത്യാസമുണ്ട് കണ്ടോ. ഇതിൻ്റെ ബോർഡേഴ്സ് വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനൊരു ഡയമണ്ട് ഷേപ്പിൽ വരുന്ന ഒരു ഡിസൈൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് പീക്കോക്കിൻ്റെ ഡിസൈനും
പിന്നെ ഒരു ഫ്ലോറൽ പാറ്റേണുമാണ് വന്നിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. കണ്ടോ, ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഇതിൽ ഇൻഡിഗോ ബ്ലൂ, ആ ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡ്, ബ്ലാക്ക്, ഒരു ഓഫ് വൈറ്റ്, അങ്ങനത്തെ പല കളേഴ്സ് വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പല്ലു ഇതേപോലെ കണ്ടോ, മൾട്ടിപ്പിൾ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് വരുന്നുണ്ട്. ഓരോരോ ബ്ലോക്ക് വൈസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അജ്രക് പ്രിൻ്റാണ് വരുന്നത്. അജ്രക് പ്രിൻറ്റിന് എപ്പോഴും ഏതിൽ വന്നാലും ഭംഗിയാണല്ലോ. ഇതേപോലെയാണ് കേട്ടോ വരുന്നത്. ഇതിലൊരു പീകോക്ക് ഡിസൈനും ഫ്ലോറൽ പാറ്റേണുമാണ് വന്നിട്ടുള്ളത്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇത് വൺ ലെയറിലിടാനും ഞൊറിഞ്ഞിടാനും ലേസി പീസ് ഇടാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. കണ്ടോ, ഇങ്ങനെ വരും. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ചിലതിൽ ആ ഒരു ബൂട്ടായുടെ ഡിസൈനിന് ഡിഫറൻസ് വരുന്നുണ്ട്. സ്ലീവ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ആ ബോർഡർ കൊടുത്തിട്ടുള്ളത്. അതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ സാരിയും ബ്ലൗസും കൂടെ വെയർ ചെയ്ത് വരുമ്പോൾ സൂപ്പറായിരിക്കും. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ ഡോള സിൽക്കിൽ അജ്രക് പ്രിൻ്റ് വരുന്ന നാച്ചുറൽ ഡൈഡ് ആയിട്ടുള്ള ബനാറസി വീവിങ് പാറ്റേണിൽ വരുന്ന സാരിയാണ്. റേറ്റ് വരുന്നത് 4500, 4500. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 5 ആണ്. നല്ല വെറൈറ്റി ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേണിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയാണ്. അപ്പോൾ ഇപ്പോൾ നിറയെ ഫങ്ഷൻസൊക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇപ്പോൾ പർച്ചേസ് ചെയ്യുക. ഇനി വരുമ്പോൾ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇത് മേക്ക് ചെയ്ത് വരാൻ ടൈം എടുക്കും കേട്ടോ. അപ്പോൾ കുറേ പേര് ഇങ്ങനെ കണ്ടിന്യൂസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് അവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യം കുറച്ച് പീസ്, പിന്നെ കുറച്ച് പീസ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഡിസൈൻ വരുന്നത്. ആ ബോർഡേഴ്സ് വരുന്നത് പ്യുവർ ബനാറസി ഒരു ജാൽ പാറ്റേണിലാണ് വീവിങ് വന്നിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയാണ്. പിന്നെ ബ്ലോക്ക് പ്രിൻറ്റ് കണ്ടോ, നല്ലൊരു എന്താ പറയുക, ഒരു അജ്രക് പ്രിൻ്റാണ്. നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ്. ഇങ്ങനെ വരും. കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക കേട്ടോ. നല്ലൊരു റോയൽ ലുക്കാണ്. പല്ലു വരുന്നത് ഇതേപോലെ കണ്ടോ, നല്ല ഭംഗിയുള്ള ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ ആ ഒരു പല്ലുവിൻ്റെ ഒരു വീവിങ് പാറ്റേൺ വരുന്നത്. ഇങ്ങനെ വരും സാരി ഉടുത്ത് വരുമ്പോൾ. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ആ ഒരു പ്ലെയിൻ ബോഡി കളറിൽ ബനാറസി ബുട്ട വീവിങ് ആണ്, വിത്ത് ബോർഡേഴ്സാണ്. അത് സ്ലീവ്സിൽ ഈ ഒരു ബോർഡറും കൂടെ വരുമ്പോൾ നല്ലൊരു ലുക്കായിരിക്കും. ഇതിന് ഉൾഭാഗം എല്ലാം വീവിങ് ആണ്. ബ്ലൗസിൻ്റെ ഉൾഭാഗവും പല്ലു ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ബ്ലൗസിനൊക്കെ ലൈനിങ് വെച്ച് തയ്ക്കുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. ഇങ്ങനെ വരും കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് സെയിം ആണ്. ഇങ്ങനെ വരും. ഞൊറിഞ്ഞൊക്കെ എടുത്ത് വരുമ്പോൾ നല്ല ഓർണമെൻറ്റ്സും ഇതിന് നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഓർണമെൻറ്റ്സൊക്കെ ട്രഡീഷണലൊക്കെ നന്നായി പോവും. ആൻറ്റിക്കും നന്നായിട്ട് പോകും കേട്ടോ. അതിൻ്റെ കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് സെയിം ആണ്. അടുത്തത് നമ്പർ 6 ആണ്. ഇതേപോലെ വരിക കേട്ടോ. കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ പ്രിൻറ്റ് പാറ്റേൺ ആണ്, വിത്ത് ബോർഡേഴ്സ് ആയിട്ടാണ് വരുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇതിൻ്റെ പല്ലു നല്ല ഭംഗിയാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫ്ലോറൽ പാറ്റേണിൽ തന്നെയാണ് പല്ലുവിൻ്റെ ആ ഒരു സെറി വീവിങ് പാറ്റേൺ വരുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് ഇത്തിരി ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെ മൾട്ടിപ്പിൾ കളേഴ്സിൽ മൾട്ടിപ്പിൾ ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ആ ഒരു ബുട്ട വീവിങ്ങും ബോർഡേഴ്സും ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും കേട്ടോ. എപ്പോഴും സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി തന്നെ എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ എൻക്വയറിയുടെ ടൈമിൽ അവൈലബിലിറ്റി പറയാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്പർ കൂട്ടി തന്നെ എടുക്കുക. അല്ലെങ്കിൽ ഈ സാരിയുടെ ഫോട്ടോ ഇട്ടിട്ട് കറക്റ്റ് നമ്പർ വോയിസ് ഇട്ടാലും മതി, അല്ലെങ്കിൽ അത് എഴുതി മെസ്സേജ് ചെയ്താലും മതി കേട്ടോ. സ്ക്രീൻഷോട്ട് നമ്പർ കൂട്ടി എടുക്കാൻ പറ്റിയില്ലെങ്കിലത്തെ കാര്യമാണ് പറയുന്നത്. എന്തായാലും സാരിയുടെ ഫോട്ടോ ഇടണം കേട്ടോ. പിന്നെ നമ്പർ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള സാരി. ഇതിൻ്റെ കൂടെ ആ ഒരു ബുട്ട വീവിങ് ഉള്ള ബ്ലൗസ് പീസ് വിത്ത് ആ ഒരു ബോർഡേഴ്സും കൂടിയാവുമ്പോൾ സൂപ്പറായിരിക്കും കേട്ടോ. റേറ്റ് 4500. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 7 ആണ്. ഇതും നല്ല ഭംഗിയുള്ള എല്ലാം ഒരു ബ്ലോക്ക് പ്രിൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ. ഇതും ഫ്ലോറൽ പാറ്റേൺ ആണ്. കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ബോർഡേഴ്സും
ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ആ ഒരു ബോർഡേഴ്സും ഈ ബ്ലോക്ക് പ്രിൻറ്റും ഈ ഒരു കളർക്കോ എല്ലാം ഒന്നിനൊന്നിന് സൂപ്പറാണ്. ഇതാ കണ്ടോ, ഇതേപോലെയാണ് ആ പല്ലു പോർഷൻ. മൾട്ടിപ്പിൾ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ് വരുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതാ കണ്ടോ, പ്ലെയിനിൽ ഒരു ബുട്ട വീവിങ്ങും വിത്ത് ബോർഡേഴ്സ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും കണ്ടോ, നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇങ്ങനെയാണ് വരുന്നത്. പല്ലു ഇതേപോലെ വരും. നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ. അത് ഞൊറിഞ്ഞെടുക്കാനും ഒക്കെ നല്ലതാണ് കണ്ടോ. ഉടുത്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇതിൽ നിന്നാലും അത് ഈ ഒരു നാച്ചുറൽ ഫാബ്രിക്കും ആ ഒരു നമുക്ക് ബോഡിക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഒന്നും തന്നെ ഇതിലില്ലല്ലോ. അപ്പോൾ നമ്മൾ വളരെ കംഫർട്ടബിളായിട്ട് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും ഫങ്ഷനൊക്കെ പോയി കഴിഞ്ഞാലും. കണ്ടോ, നല്ല ഭംഗി സാരി. ഇപ്പോൾ ഫങ്ഷനൊന്നും ഇല്ല, ഓണത്തിനും നമുക്ക് നല്ലൊരു ഗെറ്റപ്പിൽ വെയർ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. ഒരു പ്രീമിയം റേഞ്ചിൽ നോക്കണവർക്കൊക്കെ പറ്റിയൊരു സംഭവമാണ്. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 8 ആണ്. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ പാറ്റേൺ ആണ്. അതിൻ്റെ ബോർഡേഴ്സ് കാണാൻ നല്ല മനോഹരമായിട്ടുള്ളൊരു ബോർഡറാണ് കേട്ടോ. ഇതേപോലെ വരിക. ഇതാ കണ്ടോ, ഇതിൻ്റെ ആ ഒരു പല്ലു ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. മൾട്ടിപ്പിൾ ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേണിലാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസി പല്ലു. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും. ഇനി ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ആ സെയിം പാറ്റേണിൽ തന്നെയാണ്. പ്ലെയിൻ വിത്ത് ആ ഒരു ബനാറസി ബുട്ട വീവിങ്, പിന്നെ ഈ ഒരു ബോർഡേഴ്സിലുമാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ വരും കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഞൊറിഞ്ഞൊക്കെ ഉടുത്ത് വരുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇനി അടുത്ത സാരി കാണാം. എല്ലാത്തിൻ്റെയും സെയിം റേറ്റാണ് വരുന്നത്. അടുത്തത് നമ്പർ 9 ആണ്. ഇത് നമ്മൾ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ റീസ്റ്റോക്കാണ്. ഇതാ കണ്ടോ, ഇതേപോലെയാണ് കേട്ടോ. ഇതിൽ ഒരു എലിഫൻറ്റ് മോട്ടീഫിലാണ് വരുന്നത്. ഒരു എലിഫൻറ്റ്, ഒരു ഡാൻസിങ് ഗേൾ, പിന്നെ ഒരു ട്രീ, അങ്ങനത്തെ ഒരു പാറ്റേണിലാണ്. നല്ല ഭംഗിയാണ്. ഈ ഒരു ബോർഡറിനും ഭയങ്കര ഡിമാൻഡായിരുന്നു. മാത്രമല്ല നമ്മുടെ ഒരു ഫ്ലോറൽ പാറ്റേണും പിന്നെ ഒരു ഡയമണ്ടിൻ്റെ ഒരു ഷേപ്പിൻ്റെ ഉള്ളിൽ ഒരു പീക്കോക്ക് വരുന്ന ഡിസൈനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ആ ബോർഡേഴ്സിന്. ഇത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് കേട്ടോ. ഇപ്പോഴും കോമൺ ആയിട്ട് കാണാത്ത ഒരു സംഭവമാണ്. ഇതിലെല്ലാ പ്രിൻറ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഒന്നും കോമൺ അല്ല. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത് സാരി. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കാണുന്നതിനേക്കാളും ഇത് വെയർ ചെയ്ത് വരുമ്പോഴാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ. അതായത് ആ ഒരു ക്ലാസ് സ്റ്റാൻഡേർഡ് ലുക്ക് ഇഷ്ടമുള്ളവർക്ക്, ഒരു ട്രഡീഷണൽ ഓതൻറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ സംഭവമാണ്. ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് വരുന്നത്. നല്ല റിച്ച് ആയിട്ടുള്ളൊരു പല്ലു തന്നെയാണ് കേട്ടോ. കണ്ടോ, നല്ലൊരു ബനാറസി വീവിങ് പാറ്റേണിലുള്ള പല്ലുവാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് 1 ലെയറിലായിട്ടിട്ടാലും ഒക്കെ സൂപ്പറായിരിക്കും. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇതിൽ ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ഉണ്ട്. അതിൽ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ബനാറസി ബുട്ടാസ് വരുന്ന വിത്ത് ബോർഡേഴ്സ് വരുന്നൊരു പ്രിൻ്റാണ്. ഇതും ബ്ലൗസായിട്ടിട്ടാൽ ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ, ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന പോലെ പ്ലെയിൻ സിൽക്ക് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് സാരി ഉടുത്ത് വരുമ്പോൾ ഉണ്ടാവുക. നല്ല ഭംഗിയുള്ള പല്ലു. റേറ്റ് വരുന്നത് 4500. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 10 ആണ്. ഇതാണ് ബോഡി പോർഷൻ വരുന്നത് കേട്ടോ. അതിൻ്റെ ഇതാ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ. ഒരു എലിഫൻറ്റ് ബോർഡർ വരുന്നുണ്ട്. മാത്രമല്ല ബോഡിയിൽ ഇതേപോലത്തെ ഫ്ലോറൽ പാറ്റേൺ. പല്ലു വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. മൾട്ടിപ്പിൾ ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേണിൽ വരുന്ന പല്ലുവാണ്. ഇത് സെയിം തന്നെ, ഈ ഒരു പല്ലു തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതാ കണ്ടോ, നല്ല ഭംഗിയുള്ള പല്ലുവാണ്. അതിൻ്റെ ഭംഗി വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല. ഇങ്ങനെയാണ് കേട്ടോ വരിക. പിന്നെ എല്ലാ പ്രാവശ്യവും ഈ ഒരു പല്ലും അതിൻ്റെ ബോർഡറൊക്കെ ചിലപ്പോൾ ഡിഫറെൻ്റ് ആവും. അവർക്ക് വരുന്ന മെറ്റീരിയൽ അനുസരിച്ചാണ് അവർ മേക്ക് ചെയ്യുക. കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ല ഭംഗിയായിരിക്കും ഉടുത്ത് വരുമ്പോൾ. ഇതിലൊരു ആ ഒരു ബ്രിക്ക് റെഡ്, ആ ഒരു ഷെയ്ഡിൽ ഇൻഡിഗോ ബ്ലൂവും കൂടെ ചേരുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ലുക്കാണ്. പല്ലു ഇങ്ങനെ വരും കണ്ടോ. നല്ല ഭംഗിയുള്ള അജ്രക് പ്രിൻറ്റും വരുന്നുണ്ട്. ഇതേപോലെ ബനാറസി പല്ലു വിത്ത് ബോർഡർ. ബ്ലൗസ് വരുന്നത് ഇങ്ങനൊരു തിക്ക്
തിക്കായിട്ടുള്ള ഒരു ഫ്ലോറൽ പാറ്റേണിലാണ്. അതിൽ ആ ഒരു ബനാറസി ബുട്ട വീവിങ്ങും കൂടെ വരുന്നുണ്ട് വിത്ത് ബോർഡേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പ്രിൻറ്റഡ് ബ്ലൗസ് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് പ്ലെയിൻ ബ്ലൗസിൻ്റെ കൂടെ വെയർ ചെയ്യാം. ഇത് നമുക്ക് പ്ലെയിൻ സാരീസിൻ്റെ കൂടെ അല്ലെങ്കിൽ കേരള സാരീസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ഗോൾഡൻ ബോർഡറുള്ള സാരീസിൻ്റെ കൂടെയൊക്കെ പോകും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് സാരി വരുന്നത്. റേറ്റ് വരുന്നത് സെയിം ആണ് 4500. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അടുത്തത് സെയിം ഒരു പാറ്റേൺ ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ സെയിം ആണ്. അതിൻ്റെ ബോർഡേഴ്സിൽ വരുന്ന ഡിഫറൻസ് ആണ്. നമുക്കത് നോക്കാം. ഇതാ കണ്ടോ, അടുത്തത് ആ ഒരു സെയിം കളർ കോമ്പിനേഷനും ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റും തന്നെയാണ്. ബോർഡേഴ്സ് ഇതേപോലെയാണ് വരുന്നത്. ആ ഒരു പീക്കോക്കിൻ്റെ പാറ്റേൺ ഈ ഒരു ഡിസൈനിൻ്റെ ഉള്ളിൽ വരുന്ന സംഭവമാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പല്ലും ബ്ലൗസ് പീസൊക്കെ നേരത്തെ ഇതിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. കണ്ടോ, നല്ല ഭംഗിയാണ്. ഏതെടുത്താലും ഇതിൽ നല്ലതാണ് കേട്ടോ. പല്ലു ഇതേപോലെ വരുന്നത്. ഇതിൽ ആ ഒരു പല്ലുവിൽ ഒരു പീക്കോക്ക് ഡിസൈൻ, 2 പീക്കോക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ഇതേപോലെ ഹാൻഡ് ബ്ലോക്ക് അജ്രക് പ്രിൻ്റ് വന്നിട്ടുണ്ട്. അതും നല്ല ഭംഗിയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, സാരി ഇങ്ങനെയാണ് വരിക. ബ്ലൗസ് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ. ഇതും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ബോർഡേഴ്സ് വരുന്നത് ഇവിടെയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ്. അപ്പോൾ സാരീനെ പറ്റി എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്, അജ്രക് പ്രിൻ്റാണ്, നാച്ചുറൽ ഡൈഡാണ്, പ്യുവർ ഡോള സിൽക്കാണ് വിത്ത് ബനാറസി ബോർഡർ പല്ലു ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണണവും നേരിട്ട് കാണണവും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഓണം കളക്ഷനും ഫെസ്റ്റീവ് കളക്ഷനും ഒരുപാട് കളക്ഷൻസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.